PFI ഭീകരർ അരിംകൊല ചെയ്ത BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയും അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇളയ മകൾക്ക് SLC പരീക്ഷയിൽ മിന്നുന്ന വിജയം. എല്ലാ വിഷയങ്ങൾക്കും A+ഓടെയാണ് വിജയം കരസ്ഥമാക്കിയത്. സ്വന്തം അച്ഛനെ കൺമുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ദൃശ്യം മനസ്സിൽ മായാതെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹം പോലെ നിയമ പഠനമാണ് ഈ കൊച്ചുമിടുക്കിയുടെ ലക്ഷ്യം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മകൾ ഇപ്പോൾ എല്ലാ വിഷയത്തിലും A+ഓടുകൂടി SSLC പാസ്സായിരിക്കുകയാണ്. അതിൻ്റെ വലിയ ഒരു സന്തോഷത്തിലാണ്. അച്ഛനുമൊക്കെ പ്രതീക്ഷിച്ച അതേ ഒരു വിജയം നേടി എടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഈ ആലപ്പുഴയിലെ സെൻറ് ജോസഫ് സ്കൂളിൽ നിന്നുമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. എല്ലാ വിഷയത്തിനും A+ നേടി വിജയിക്കാൻ സാധിച്ചു. ഇനി എന്താണ് ഭാവി ഉദ്ദേശിക്കുന്നത്? അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടൊക്കെ അഭിഭാഷക വൃത്തിയിലേക്ക് തന്നെ പോകാനാണോ അതേ മറ്റെന്തെങ്കിലും ആണോ സ്വപ്നം? നീറ്റ് എഴുതാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ LLB ഉണ്ട്. പിന്നെ എങ്ങനെയാത് +2 കഴിയുമ്പോൾ തീരുമാനിക്കാന്ന് വിചാരിച്ചു. +2 ഏത് വിഷയം എടുത്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്? സയൻസ് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതെ. അച്ഛൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു? മോള് ഇന്നതാവണം അങ്ങനെ വല്ലതും? അച്ഛന് LLB എടുക്കുന്നത് തന്നെയായിരുന്നു ആഗ്രഹം. എന്നിട്ട് മജിസ്ട്രേറ്റ് ആക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേച്ചി ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും LLBക്ക് ഒരു അഭിഭാഷക കുടുംബമാകുന്ന അതെ അങ്ങനെ ആക്കണം. LLBക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയുടെ ആഗ്രഹം തന്നെയാണ്, അച്ഛൻ്റെ തന്നെയായിരുന്നു. അങ്ങനെ എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു റിസൾട്ട് അറിയുമ്പോൾ? ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം ഇത്രയും വേദനകൾക്കിടയിലും കുഞ്ഞുങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം എക്സാമിന് പോകുന്ന സമയത്ത് കുറേ നേരവും ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു. ഇവൻ ആ ഒരു മനസ്സിലത് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഞാനും ഇവിടെ വണ്ടി എടുത്തു ഇറങ്ങുമെന്ന് പറഞ്ഞു. കുറേ നേരം പോയി ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് ആണ് എക്സാമിന് വേണ്ടി ഇറങ്ങിയത്. ഏതായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാലും ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം അവന് മൈൻഡ് മാറരുതല്ലോ എന്നുള്ള ഒരു ഇതിൽ. തീരെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ കൂടാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത്. അതിനെ മോള് നേരിട്ട് കണ്ടതുകൂടാണ്. അപ്പം അതിൻ്റെ എന്തെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കി? ഇല്ലില്ല, ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. വേറെ കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോയില്ല. ഞാൻ കേസ് നടത്തണമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വേറെ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്രയും മറ്റുള്ളവർക്ക് ഇവരുടെ അകത്തോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ധൈര്യം കൊടുത്തത്. ഒരു അമ്മ എന്ന നിലയിലും ഒക്കെ ഒരു വലിയ വീട്ടമ്മ എന്ന നിലയിലെല്ലാം വലിയൊരു പോരാട്ടം തന്നെയാണ് കാഴ്ച. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു ഓഫീസ് ഫുൾ മാനേജ് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, കൂട്ടത്തിൽ പ്രായമായ അമ്മ, അതെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇവർ നല്ല നിലയിൽ എത്തുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട് മോനെ. എൻ്റെ മോനത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. മക്കളൊരു നല്ല സ്ഥിതിയിലെത്തണമല്ലോ. അത് തന്നെയാണ്. എത്ര ആയാലും വലിയ ഒരു ക്രൂരമായ ഒരു കൃത്യം അത് കൺമുൻപിൽ ചെറുപ്രായത്തിൽ കണ്ടതാണ്. അതിൽ നിന്നും എല്ലാം മോചിതയായി മാനസികമായി വലിയ ഒരു ശക്തി ആർജിച്ചുകൊണ്ട് തന്നെയാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അത് അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു LLB നേടുകയും അതിനുശേഷം മജിസ്ട്രേറ്റ് ആകുക എന്നതൊക്കെയാണ് സ്വപ്നം. അതിനെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം.